കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് ആവശ്യമില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നത് ഹീനമായ മാധ്യമപ്രവർത്തനമാണ്. ഒരു മാധ്യമപ്രവർത്തകനും യോജിക്കാത്ത പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് ഞാനും KPCC പ്രസിഡന്റ് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത കത്താണെന്ന് പിണറായിയുടെ പോലീസ് അന്വേഷണം തെളിയിക്കട്ടെ. ഞങ്ങൾ എന്തിനാ കത്ത് കൊടുക്കണേ? ഞങ്ങൾ KPCC പ്രസിഡന്റ് മറ്റേ AICC പ്രസിഡന്റിനെയും ഇതൊക്കെ വെറുതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും അല്ല. അദ്ദേഹം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നശിച്ചുപോണെന്ന് പ്രാർത്ഥിക്കാന്നല്ലല്ലോ പറഞ്ഞത്. എനിക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ. കേൾക്ക്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി. VD സതീശൻ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുക അതിനു വേണ്ടി അത് പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് വിളിച്ച് ചൂടായ ആളാണ് ഞാനിത് പറഞ്ഞപ്പോൾ. കാരണം നീ അങ്ങനെ വൈകാരികമായിട്ട് പറയരുത്, നിന്നെ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടാണ്, നീ അങ്ങനെ ഒരിക്കലും പറയരുത്, അങ്ങനെ രാഷ്ട്രീയത്തിൽ പറയരുത്, വൈകാരികമായിട്ട് പറയരുത് എന്നെ ഉപദേശിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. നിങ്ങൾ പോയി ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നടത്തുന്ന ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുന്നു. ഹീനമായ, നാണം കെട്ട, മനുഷ്യത്വരഹിതമായ മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവസാനിപ്പിക്കണം. ഞാനിത് രേവന്ത് റെഡ്ഡിയായിട്ട് എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ മാനിഫെസ്റ്റോടെ വെച്ച് സംസാരിക്കുന്നത്. പിണറായി വിജയനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് ഞാൻ അഡ്വൈസ് ചെയ്തേനെ. കാരണം വെച്ചാൽ അദ്ദേഹത്തോട് സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൾ പറയുന്ന ആളാണ്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച് TP ചന്ദ്രശേഖരൻ 52 വെട്ടുവെട്ടി കൊന്ന ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ച് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോടൊന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറയുന്നത് തിരിച്ച് നിങ്ങൾ ഭൂമി കേൾക്കാത്ത ഭാഷ വരും, തമാശ ഒന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തിൽ ഒന്നും കൂടി തെറ്റുക, ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എൻ്റെ ദൈവമേ, കേരളത്തിന് എന്തൊരു നാണക്കേടായതിനെ രാജ്യം മുഴുവൻ. ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. 2020 അവർ BJP ഭാഗത്തോട് ചേർന്നതോടുകൂടി അവരുടെ 75% പ്രവർത്തകരും തിരിച്ച് കോൺഗ്രസിൽ ചേർന്നു. അവർ ശുഷ്കമായ ഈ LDFിൻ്റെ മാനിഫെസ്റ്റോ നടപ്പാക്കിയ ഇടുക്കി, കോട്ടയം ജില്ലയുടെ കുറേ ഭാഗങ്ങൾ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പാവപ്പെട്ട കുടിയേറ്റക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും. 10,000-കണക്കിന് ആളുകൾ. ഈ ബഫർ സോൺ LDF മാനിഫെസ്റ്റോ അനുസരിച്ച് എല്ലാ വനങ്ങളുടെ അടുത്തും ബഫർ സോൺ വെച്ചേക്കുക. ബഫർ സോണിൻ്റെ ഇപ്പുറത്ത് മാനിപ്പുലേഷൻ സോൺ. ബഫർ സോൺ കൂടാതെ